നമസ്കാരം. സിനി ബസ് ആൻഡ് ബിയോണ്ടിൻ്റെ വേറൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നേപ്പാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂവിനെ കുറിച്ചാണ്. അത് വ്യക്തമായിട്ട് അറിയണമെങ്കിൽ നമ്മൾ നേപ്പാളിൻ്റെ കുറച്ച് ഹിസ്റ്ററി അറിഞ്ഞിരിക്കണം. 1990 വരെ നേപ്പാളിൽ മൊണാർക്കി റൂളായിരുന്നു. മൊണാർക്കി എന്ന് വെച്ചാൽ രാജഭരണം. ആക്ച്വലി ഇറ്റ് ഈസ് മൊണാർക്കി ഓട്ടോക്രാറ്റിക് റൂൾ. അപ്പോഴത്തെ രാജാവ് കിങ് ബീരേന്ദ്ര മൾട്ടി പാർട്ടി സിസ്റ്റം എഗ്രി ചെയ്തെങ്കിൽ കൂടെ തന്നെ കിങ് ആയിരുന്നു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2001 ഒരു ഫാമിലി ഫംഗ്ഷനിൽ കയറി ചെന്ന ക്രൗൺ പ്രിൻസ് ദീപേന്ദ്ര എല്ലാവരെയും വധിച്ചത്. അങ്ങനെ അവിടുത്തെ രാജഭരണം അങ്കിളായ ജ്ഞാനേന്ദ്ര ഏറ്റെടുക്കേണ്ടി വന്നു. ജ്ഞാനേന്ദ്ര തുടക്കം പാർട്ടികളുടെ കൂടെ തന്നെ ആയിരുന്നെങ്കിൽ തന്നെ 2005 പാർട്ടികൾ ഡിസോൾവ് ചെയ്യാൻ ശ്രമിച്ചു. പിന്നെ എഗെയിൻ ഒരു കൂപ്പ് നടന്നു അവിടെ. അങ്ങനെ ജ്ഞാനേന്ദ്ര സ്ഥാനം രാജിവെച്ചു. അങ്ങനെ ഫൈനലി 2008 മൊണാർക്കി ഒഫീഷ്യലായിട്ട് നേപ്പാളിൽ അബോളിഷ് ആയത്. അങ്ങനെ 2008 നേപ്പാൾ റിപ്പബ്ലിക് ആയത്, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയത്. പക്ഷേ എങ്കിൽ കൂടെ തന്നെ നേപ്പാൾ ഒരിക്കലും ഒരു സ്റ്റേബിൾ എക്കോണമി ആയിരുന്നില്ല. 17 വർഷത്തിനിടെ 15ഓളം ഗവൺമെൻറ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിച്ചാൽ അറിയാം എത്രത്തോളം സ്റ്റേബിൾ ആയിരുന്നു അവിടുത്തെ ഗവൺമെൻറ്. എപ്പോഴും ഓരോരോ ഗവൺമെൻറ് വന്നുകൊണ്ടിരിക്കും, പല പല പാർട്ടി മൾട്ടി പാർട്ടി എഗ്രിമെൻറ്റിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ എങ്ങനെ വീണ്ടും വീണ്ടും അവർ ഡിസോൾവ് ആവും. ഇതൊക്കെ കാണുന്ന നേപ്പാളിലെ യൂത്ത് അവർക്കൊരു ഫീലിംഗ് ഉണ്ട്, അവരുടെ രാജ്യം വളരുന്നില്ല, കറപ്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇൻഫ്ലേഷൻ ഓൾ ടൈം ഹൈ. ഡെമോക്രാറ്റിക് ആയെങ്കിൽ കൂടെ നേപ്പാൾ ഒരിക്കലും ഒരു സ്റ്റേബിൾ കൺട്രി ആയിരുന്നില്ല. 17 വർഷത്തിനിടെ 15ഓളം ഗവൺമെൻറ്റുകൾ, മതിയായ ജോലികളില്ല, ഗ്രോത്ത് ഇല്ല, ഇൻഫ്ലേഷൻ ഓൾ ടൈം ഹൈ, കറപ്ഷൻ എവ്രിവെയർ. 2023-24 കാലഘട്ടത്തിൽ 7 ലക്ഷത്തോളം നേപ്പാളികൾ രാജ്യം വിട്ടു. ഓരോ മാസം ഓൺ ആൻ ആവറേജ് 65,000 യൂത്ത് ഈസ് ലിവിങ് ദ കൺട്രി. എന്തിനാകട്ടെ, ഈ കൺട്രിയുടെ 30% GDP ഡിപ്പെൻഡ്സ് ഓൺ ദ ഫോറിൻ റെമിറ്റൻസ്. ഫോറിൻ റെമിറ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ രാജ്യം വിട്ട് പുറത്തു പോയി പണിയെടുക്കുന്ന ആൾക്കാർ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ടാണ് അവിടുത്തെ 30% ഓഫ് ദ കൺട്രി GDP ഈസ് റിലൈങ് ഓൺ. ഇതൊക്കെ നടക്കുമ്പോഴാണ് അവിടുത്തെ റിച്ച് കിഡ്സ് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് അവരുടെ മക്കൾ പാരീസിലും മാൾഡീവ്സിലും ഒക്കെ അടിപൊളിയായിട്ട് ലാവിഷ് ജീവിതം നയിക്കുന്നു. എന്നിട്ട് ഇതൊക്കെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു, ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് നേപ്പാളിലെ ഇപ്പോഴത്തെ യൂത്ത്. അപ്പോൾ ഇവർക്കൊരു ഡൗട്ട്, ഞങ്ങൾക്കില്ലാത്ത ജോലിയും പൈസയും ഒക്കെ ഇവർക്ക് എവിടെ നിന്ന് കിട്ടുന്നു? എങ്ങനെയാണ് ഇവർ ഇങ്ങനത്തെ ഒരു ലാവിഷ് ജീവിതം നയിക്കാൻ പറ്റുന്നത്? അങ്ങനെ ഇരിക്കുമ്പം അവിടുത്തെ ഗവൺമെൻറ് ഇതേപോലത്തെ സോഷ്യൽ മീഡിയ ആപ്സിന് ഒരു നോട്ടീസ് അയച്ചു. നിങ്ങൾ വന്നിട്ട് ഞങ്ങളെ കൺട്രിയിലെ ടെലികോം അതോറിറ്റി അല്ലെങ്കിൽ IT അതോറിറ്റിയിൽ കംപ്ലയൻസ് പാലിച്ച് രജിസ്റ്റർ ചെയ്യണമെന്ന്. അപ്പോൾ US ടെക് ജയൻസ് ഒബ്വിയസ്ലി അവരാ മെയിൽ ഇഗ്നോർ ചെയ്തു. അപ്പം ഇത് ഒരു ലൂപ്പ് ഹോളായി കണ്ട് അവിടുത്തെ ഗവൺമെൻറ് 26 സോഷ്യൽ മീഡിയ ആപ്സിനെ ബാൻ ചെയ്തു. ഇത് ബാൻ ചെയ്തപ്പം അവിടുത്തെ യൂത്തിന് അതൊരു പ്രശ്നമായി. അവരുടെ ഡിജിറ്റൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ചോദ്യം ചെയ്യപ്പെട്ടു. ഈ ഒരു ബാനിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് അവിടുത്തെ യൂത്ത് എന്ന് പറയുമ്പോൾ സ്പെസിഫിക്കലി ജെൻസി 20-നും 28-നും പ്രായമുള്ള കുട്ടികൾ റോഡിലിറങ്ങി ഗവൺമെൻറ് എഗെയിൻസ്റ്റ് പീസ്ഫുള്ളായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങി. തുടക്കം പീസ്ഫുള്ളായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ തുടങ്ങിയെങ്കിൽ തന്നെ പക്ഷേ അത് ഒരു സ്റ്റേജ് വിട്ട് കൈവിട്ടു പോയി. പോലീസും ആർമിയും ഈ കുട്ടികളുടെ മീതെ ഫയറിങ് തുടങ്ങി, ടിയർ ഗ്യാസ് തുടങ്ങി. അപ്പം സംഭവം മൊത്തം കയ്യിൽ നിന്ന് പോയി. ചില വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അവിടുത്തെ ഫൈനാൻസ് മിനിസ്റ്റർ റോഡ് കൂടെ ഓടുന്നതും പ്രൊട്ടസ്റ്റേഴ്സ് അയാളെ കിക്ക് ചെയ്യുന്നതുമൊക്കെ. അപ്പോൾ അവിടുത്തെ യൂത്തിൻ്റെ ഇപ്പോഴത്തെ ഡിമാൻഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഡിജിറ്റൽ റൈറ്റ്സ്, ഫ്രീഡം ഓഫ് സ്പീച്ച്, ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി. അവർ കൺസേൺഡ് ആണ് അവരുടെ കൺട്രിയുടെ ഗ്രോത്തിനെ കുറിച്ച്, അവരുടെ ജോബ്സിനെ കുറിച്ച് എല്ലാം. ഇതൊക്കെ നടക്കുമ്പോഴും നമ്മുടെ കറണ്ട് പ്രധാനമന്ത്രി KP ശർമ്മ ഒലി, അപ്പം ഞാൻ ഈ വീഡിയോ എറിയുന്ന സമയത്ത് I think he resigned. അപ്പോൾ ഇപ്പോൾ അവിടെ ഒരു ഗവൺമെൻറ് ഇല്ല.
അപ്പോൾ അതാണ് ഓവറോളിൽ നേപ്പാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇഷ്യൂ. എനിക്ക് നേപ്പാളിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ കാഠ്മണ്ഡുവിൽ ഒരു 2014 or 15 പീരീഡിൽ പോയിട്ടുണ്ട്. അപ്പോൾ അപ്പോഴേ എനിക്ക് തോന്നിയത് ആ കൺട്രി അത്ര ഡെവലപ്ഡ് ഒന്നല്ല. നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോയി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഏകദേശം. അപ്പം എനിക്ക് തോന്നുന്നത് എല്ലാം കൂടെ നമ്മൾ കോറിലേറ്റ് ചെയ്ത് വായിച്ചു നോക്കുമ്പോൾ ദിസ് വാസ് ആൻ എക്സ്പെക്റ്റഡ് ഇവൻറ്റ്. ഓക്കെ, കൺസിഡറിങ് ദ ലോങ് ഹിസ്റ്ററി ഓഫ് നേപ്പാൾ. ദാറ്റ്സ് ഓൾ ഫ്രം സിനിബസ് ആൻഡ് ബിയോണ്ട് ഓൺ ദിസ് ടോപ്പിക്. ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഇഷ്യൂവിനെ കുറിച്ചിട്ട്? നിങ്ങളുടെ അഭിപ്രായം പ്ലീസ് ഡ്രോപ്പ് മീ എ കമൻറ്റ്. I would like to know. Thank you. Have a good day.